നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കണു. ഞാൻ കുറച്ച് എന്താ പറയുക, എല്ലാം കൂടി കളക്ഷനായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് റെസിപ്പീസാണ് കേട്ടുള്ളൂ കാണിച്ചു തരാൻ പോകുന്നത്. അവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നമ്മുടെ ആച്ചിയുടെ ബജ്ജി ബോണ്ട മിക്സ് കിട്ടും. അപ്പോൾ ഞാൻ മുന്നേക്ക് വൈകുന്നേരം ആയപ്പോൾ അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ബജ്ജി ബോണ്ട മിക്സ് 2-3 ബ്രെഡ്, ഉള്ളി ഒക്കെ കൊണ്ട് ഞാൻ ബജ്ജി ബോണ്ട മിക്സ് അവന് കാണിച്ചു കൊടുത്തതാണ്. ബിക്കോസ് അതിലാണെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അവനൊരു ബ്രെഡ് എടുക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഉള്ളി എടുത്താലും അവന് ഇതുപോലെയുള്ള ബജ്ജികൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനും അതായത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചും കൊടുത്തു. പ്ലസ് ഇങ്ങനത്തുള്ള ബജ്ജി ബോണ്ട മിക്സ് നിനക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് ഓൺലൈൻ കുക്കിംഗ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹംഗറിയിലുള്ള യൂണിവേഴ്സിറ്റി കുട്ടികളും എൻ്റെ ഗ്രൂപ്പിൽ കൂടെ ചേർന്നു. അപ്പോൾ ആ കുട്ടികൾക്കുള്ള 1 hour ക്ലാസ്സാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞാൻ നേരത്തെ തന്നെ കുക്കിംഗ് തീർക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് ക്ലീനിങ് പരിപാടികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോകാനുള്ള സമയമായി. മനു ഒറ്റയ്ക്ക് ഇനിയാവും. ഞാൻ തിരിച്ച് ദുബായിലേക്ക് യാത്രയാവാനുള്ള ദിവസങ്ങൾ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ഈസി ആയിട്ടുള്ളൊരു രസം വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ഗൊട്ടു രസം. അതായത് പുളിവെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായം, ഉപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് രസപ്പൊടി, ഉപ്പ് മാത്രം ആയിട്ട് ഇടാം. ഇതിന് സൂപ്പറാണ്. ഗൊട്ടു രസം, ചോറ്, ചീര ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ എല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേമാതിരി തന്നെ വെളുത്തുള്ളിപ്പൊടി, ഉപ്പ്, കായം ഇതൊക്കെ കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അതിനെ ഒഴിക്കുക. അതിനെ നന്നായിട്ട് തിളപ്പിക്കാൻ അനുവദിക്കുക. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ വറുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലൊരു രസമാവും. ഇതിൽ ഉള്ളിയില്ല, തക്കാളിയില്ല, അങ്ങനെ ഒന്നുമില്ല. ഡയറക്റ്റ് പുളിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെമൺ സൈസ് പുളിക്കുള്ളതിനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അതായത് ഫ്രിഡ്ജൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണമല്ലോ പോവാൻ. ഞാൻ അവിടെ ഉള്ള സമയത്തുള്ള മാതിരി അവന് പച്ചക്കറികൾ അവന് വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവനത് കഴിക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറിയും പെട്ടെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രോസൺ സ്പിനാച്ച്, കുറച്ച് സ്പിനാച്ചിൻ്റെ ലീവ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ക്രാമ്പിൾഡ് സ്പിനാച്ച്, എഗ് സ്പിനാച്ച് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരയുടെ കൂടെ മുട്ട ചിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കടലപ്പരിപ്പ്, കടുക്, അതേമാതിരി തന്നെ സവോള, വറ്റൽമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ചീരയും കൂടി ഇട്ട് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് 2-3 മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം പോകുന്ന വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, സ്പിനാച്ച് എഗ് സ്ക്രാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. മനുവിനിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മനുവിനിത് ഞാൻ പെട്ടെന്ന് കാണിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ അവൻ ഈ ബ്രെഡിൻ്റെ ഇടയിലൊക്കെ ഇത് വെച്ച് കഴിക്കും. അവനത് അത്രയും ഇഷ്ടമാണ്. സോ രസം ആൻഡ് ഈ സ്പിനാച്ച്, പിന്നെ ഒരു പപ്പടം. ആ പപ്പടവും തീർക്കണമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു വെച്ച ആ രസത്തിൻ്റെ ആ കൂട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇനി വറുത്തിടുകയാണ്. കടുക്, ജീരകം, വറ്റൽമുളക്, കരിവേപ്പില ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടുള്ള രീതിയിൽ വറുത്തിട്ട് മുകളിലേക്ക് അതിനെ വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൊട്ട് രസം റെഡി ആയിരിക്കും. ഇതിൽ വേറെ രസത്തിൻ്റെ വേറെ എലോബറേറ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എന്താണ് പറയുക, ഈ ഒരു രസം വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 2-3 ദിവസത്തേക്ക് നമുക്കത് ആയല്ലോ, ഇപ്പോൾ എനിക്ക് വേറെ പണികളൊക്കെ പെട്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രസം അങ്ങോട്ട് വെച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമായതുകൊണ്ട് മനു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അമ്മ, ഇത് എനിക്ക് അവിടെ ഇരിക്കട്ടെ, ഇതിനെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ചോറായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗൊട്ടുരസമായി, അതുമാതിരി ചീരയും എന്താണ് പറയുക മുട്ടയും കൂടിയിട്ടുള്ള ഉപ്പേരിയായി. പപ്പടമല്ല, അപ്പളമാണ്. അപ്പോൾ അതും കൂടിയിട്ട് ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നന്നായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും സുഖമായിട്ട്. അത് അവിടെ ഉണ്ടാക്കി വെച്ചു. മനു വന്നു, കഴിച്ചു, പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം അവൻ വരുമ്പോഴേക്കും കുറച്ച് സേമിയ, അതേമാതിരി തന്നെ കുറച്ച് ചൊവ്വരി ബാക്കിയിരിക്കണു. പായസം വെച്ചാൽ അവൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ വേഗം അതിനെ നുള്ളി ഇടുന്ന പൊക്കോട ആക്കാൻ വിചാരിച്ചു. അപ്പോൾ സേമിയയും ചൊവ്വരിയും വേവിക്കുക. അതിലേക്ക് കടലമാവ്, അതായത് നമ്മുടെ ആച്ചിയുടെ ബജ്ജി ബോണ്ട മിക്സ്, മുളക് പൊടി, അതേമാതിരി തന്നെ കുറച്ച് ഗോതമ്പ് പൊടി, അതേമാതിരി ഉപ്പ്,
ഉള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ ഒന്നും ഒരാവശ്യവും വേണ്ടി വരില്ല. എന്നിട്ട് നുള്ളിയിട്ടിട്ടുള്ള നമ്മുടെ പക്കോടയില്ലേ, അതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇത് സൂപ്പർ ടേസ്റ്റാണെന്ന് മാത്രമല്ല, ആ ചൊവ്വരുടെ ക്രിസ്പിനെസ്സും ഭയങ്കര സൂപ്പറായിരിക്കും. കറുമുറുന്ന് പക്കോട അടിപൊളിയാണ് കഴിക്കാൻ. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു പക്കോട എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. ആൻഡ് നമുക്ക് സേമിയാണ് അത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല അടിപൊളി ക്രിസ്പിനെസ് ആണ്. ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ടേസ്റ്റിംഗ്. You wouldn't sit, would you? I left and you were standing up. I came after lecture and you're still standing up. I'm clearing your groceries. Oh, good clear. Very nice. I'll take it. നിനക്ക് സേമിയ ഉപ്മാവ് ഇഷ്ടമല്ലല്ലോ? അല്ല. നിനക്ക് സാബുദാന ഉപ്മാവ് ഇഷ്ടമല്ല? അത് okay. ആ, എന്നാ സാബുദാന ആൻഡ് വെർമിസെല്ലി പക്കോട. It's very good. Nice. Very. I'll make lemon juice. ഓരോന്നോരോന്നായിട്ട് ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പോവാനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനെ എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ വീണ്ടും വീഡിയോയിൽ കാണാം.